ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത CSIR പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് വന്നു. ജൂൺ മാസം 25, 26, 27 തീയതികളിലായിട്ട് പരീക്ഷ നടക്കുന്നു. അപ്പോൾ എല്ലാവരും ഊർജിതമായ പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. നിങ്ങളെ ഒന്ന് സഹായിക്കാനും കുറച്ച് പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, അടുത്ത പരീക്ഷയ്ക്ക് നല്ല ഒരു വിജയം നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആദ്യത്തെ പരീക്ഷയാണ് അടുത്ത തവണ വരാൻ പോകുന്നത്. ഒരു സ്കീം കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷയാണ്, അല്ലേ? PhD ഒൺലി, എലിജിബിൾ ഫോർ അഡ്മിഷൻ ഫോർ ഇൻ PhD ഒൺലി എന്ന് പറയുന്ന ഒരു പുതിയൊരു കാറ്റഗറി കൂടി നമ്മൾ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് CSIR പരീക്ഷയ്ക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് അടുത്ത തവണ മുതൽ. അപ്പോൾ പരീക്ഷയുടെ നിലവാരത്തിനും അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഴയതുപോലെ തന്നെ നല്ല നിലവാരമുള്ള ഒരു പരീക്ഷ തന്നെയായിരിക്കും. കുറച്ച് ആൾക്കാർ കൂടുതൽ പാസ്സായി പോകുന്നു എന്ന് മാത്രം, പുതിയൊരു കാറ്റഗറി കൂടി ആഡ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമായിരിക്കും അതിനുകൊണ്ട് ഉണ്ടാകുന്നത്. പ്രയാസം പരീക്ഷ ഓരോ തവണയും നമുക്കറിയാം കുറച്ചുകൂടി കോമ്പറ്റീറ്റീവായിട്ടാണ് പരീക്ഷകൾ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ക്വസ്റ്റ്യൻസിലും ആ ഒരു മാറ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പോകുന്ന ഒത്തിരി നല്ലതാണ്. കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് പോവുക. സിലബസ് പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്കൊന്നും അവകാശപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ 100% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഈ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച ഒരു ലെവലിലായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിലും നമുക്ക് പറയാം, അല്ലേ? കാരണം എത്രത്തോളം നമ്മൾ പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോയിട്ടും പാസ്സാകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ എൻ്റെ കാര്യം എടുത്താൽ പോലും ഞാൻ ഒരു തവണ വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോയതാണ്. എന്നിട്ടും അത്തവണ എനിക്ക് കിട്ടിയില്ല. തൊട്ടടുത്ത തവണയാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ ആ ഒരു 3 മണിക്കൂർ, പരീക്ഷയുടെ 3 മണിക്കൂർ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് വലിയ കാര്യം. അപ്പോൾ ആ സമയത്ത് ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണലായിട്ട് സ്ട്രെസ്സ് നമ്മുടെ തലച്ചോറിന് കൊടുക്കാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കി വളരെ കൂൾ മൈൻഡായിട്ട് പോയി പരീക്ഷ എഴുതുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതുക. ഈ ഒരു പരീക്ഷ കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാ മഹാന്മാരും പറയുന്ന പോലെ ഞാനും പറയുക. ഈ ഒരു പരീക്ഷ കൊണ്ട് തന്നെ ലോകം അവസാനിക്കുന്നില്ല. കാരണം ഇനിയും പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വിജയിക്കുകയേ പറ്റൂ എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. കാരണം CSIR പരീക്ഷ, ഫിസിക്സ് പരീക്ഷ അതുപോലെയാണ് എന്ന് ഒരു തവണയിലും എഴുതിയിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. നമ്മുടെ കുട്ടികളോടാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, പ്രതീക്ഷ കൈവിടാതിരിക്കുക. വളരെ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫ്രീ ടൈമിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിനോദം എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പോലെ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതിലായിരിക്കണം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. ദ വാല്യൂ ഓഫ് Lx square in the state phi for which Lx square phi is equal to 6h cross square phi and Lz phi is equal to 2h cross phi is. So the value of Lx square. So നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉത്തരം. ക്ലിയർ? So see, they have given you we have to calculate the value of average value of Lx square, isn't it? Average value of Lx square. So they have given you when L square act on ket phi, you will get a 6h cross square into phi, and Lz acting on Lx square acting on phi will give you 6h cross square phi, and Lz acting on phi will give you 2h cross phi. So ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്രയിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരുന്നതാണ്. അത് പഠിച്ചിട്ട് പോവുക തന്നെ വേണം. സ്പിൻ ആംഗുലാർ മൊമെൻറ്റ, അതിനുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നിട്ട് കാണും, ഫൈനൽ സ്റ്റേറ്റ് തന്നിട്ട് കാണും. അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ടാവും.
പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബബിലിറ്റി കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം അവിടെ മറന്നു പോകരുത്. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡും പ്രോബബിലിറ്റിയും രണ്ടും ഓപ്ഷൻസിൽ കാണും. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിനെ സ്ക്വയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുക എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രധാനമായിട്ടും അവിടെ തെറ്റിക്കുന്നത് ആ ഭാഗത്തുനിന്ന് നമ്മൾ തെറ്റിക്കുന്നത് ഈ കാര്യങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമുക്ക് തെറ്റിക്കുന്നത്. ഫൈനൽ സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ നമുക്കറിയാമായിരിക്കും. ഒരു ഐഗൻ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഈ ഐഗൻ വാല്യൂ ഉള്ള ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഈ ഫൈനൽ സ്റ്റേറ്റിൻ്റെ ഐഗൻ വാല്യൂ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ആർബിട്രറി സിസ്റ്റം പ്രിപ്പയർ ചെയ്തിട്ട് ആ പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർവ്വ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷേ മറന്നു പോകുന്നത് ഇമ്മാതിരി ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പ്രോബബിലിറ്റിയിൽ നിന്നും പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിൽ നിന്നും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ സ്ക്വയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയെന്നിരിക്കും. കാരണം ഒത്തിരി ടെൻഷനല്ല നമുക്ക് കിടക്കുന്നത്. അടുത്ത ചോദ്യം എന്തായിരിക്കും, അടുത്തത് എന്താണ്, അങ്ങനെയുള്ള ടെൻഷൻ കൊണ്ട് നമ്മളിതെല്ലാം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മറന്നു പോകരുത്. സോ ആംഗുലാർ മൊമെൻ്റം ആൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻ്റം ആൾജിബ്ര പഠിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയും കൂടെ അതിൻ്റെ കൂടി പഠിച്ചു പോവുക. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും, ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ LZ when acting on phi is equal to 2h cross phi. So from this we can conclude that phi is equal to y22 അല്ലേ? y എല്ലാം നോക്കുകയാണെങ്കിൽ സോ ഫ്രം ദിസ് L is equal to 2 and M is equal to 2. ശരിയല്ലേ? സോ അല്ലെങ്കിൽ L into L plus 1. So 2 plus 1 is 3 into 2 6. And here MH cross LZ MH cross here L into L plus 1 LX square L into L plus 1 അപ്പോൾ L is equal to 2 കിട്ടി. Here M is equal to 2 MH cross M is equal to 2. ഡയറക്റ്റ്ലി അങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഈസ് get phi is y22. So when then Lx square, average value of Lx square on YLM is what is that? So average value is equal to L into L plus 1 H cross square minus M square H cross square by 2, isn't it? L into L plus 1. So substitute for L into L plus 1. L is 2, 2 plus 1 is 3, H cross square minus M square is 4, H cross square by 2. What is this? 6H cross square minus 4H cross square is 2H cross square. 2H cross square by 2. So answer is H cross square. So average value of Lx square is H cross square. Clear? വളരെ സിമ്പിൾ അല്ലേ? സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നത് നല്ലതാണ്. സോ ആംഗുലാർ മൊമെൻ്റം ആൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ക്ലിയർ? So let us move into the next one. The dispersion relation of a gas of non-interacting bosons in 2 dimensions is given E is equal to C root K, where C is a positive constant. At low temperatures, the leading dependence of the specific heat on temperature T is. The dependence of a specific heat on temperature T is. നമുക്കൊരു ഡിസ്പെർഷൻ റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പെർഷൻ റിലേഷനിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് ഡിപ്പെൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So what is the given dispersion relation? The dispersion relation is given by what is the dispersion relation? E of k is equal to C root k. E of k is equal to C into root k. So we can say that omega here omega is proportional to root k, isn't it? Omega is proportional to root k, and omega is proportional to k power 1 by 2. So that omega proportional to k power n. So n is equal to 1 by 2. Clear? So omega is proportional to k power 1 by 2. Therefore k power n, omega proportional to k power n. So when you compare this, n is equal to 1 by 2. Is it okay? So since the specific heat in d dimension
specific heat in d dimensions, specific heat in d dimensions can be written as is given by C is equal to T power d by n, T power d by n. Specific heat in d dimensions is given by C is equal to T power d by n, which we have studied. So what is n? N is equal to half. So it is given that d is equal to 2. So it is 2 dimensions. So it is in 2 dimensions. So C is equal to T power 2 by 1 by 2. 2 by 1 by 2, isn't it? So T power 2 by 1 by 2. So it is equal to T power 4. So the answer is T power 4. So what is the question? So we have to find the leading dependence of specific heat on temperature T. So the dependence of specific heat on temperature T is C is equal to T power 4. Is it clear? So the thing is from the dispersion relation you have to find the relation between omega and k. So omega is proportional to root k. So omega is proportional to k power 1 by 2 or omega proportional to k power n. N is equal to half. Since the dimension is 2, the dimension is given as 2, it is in 2 dimensions. So C is proportional to T power d by n, and substitute for d and n, you will get T power 4. Clear? I hope this is very clear to you. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ CSIR നെറ്റ് ഫിസിക്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്രാഷ് ബാച്ച് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് പലരും സംശയിച്ചേക്കാം. അപ്പോൾ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ആ ഒരു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യാനുള്ള ടൈം ടേബിളാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, സിലബസ് പഠിച്ചു തീർക്കാം. പഠിച്ചു തീർത്തിട്ട് ലൈവ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകളിൽ അഡീഷണൽ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ധാരാളം എക്സാമുകളും കൂടെ നടക്കുന്നുണ്ട്. അപ്പം റെക്കോർഡഡ് ക്ലാസ്സുകൾ, ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ടാവും, ലൈവ് ക്ലാസ്സുകളുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ എക്സാമുകളും ഉണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ ഈ ജൂണിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാനായിട്ട് തീർച്ചയായും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. So let us move on to the next one. See, the Hamiltonian of a 2-dimensional quantum harmonic oscillator is given. H is equal to Px square by 2m plus Py square by 2m plus half m omega square x square plus 2m omega square y square, where m and omega are positive constants. The degeneracy of the energy level 27 by 2 h cross omega is. So they have given you a 2-dimensional Hamiltonian for a 2-dimensional harmonic oscillator. So, and you have to find the degeneracy of the energy level which is given 27 by 2 h cross omega. So identical particles എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ 2-dimensional harmonic oscillator, 2-dimensional box, 3-dimensional box, അനൈസോട്രോപിക് ഓസിലേറ്റർ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്, ശരിയല്ലേ? അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. സോ വാട്ട് ഈസ് ദ ഹാമിൽട്ടോണിയൻ ഗിവൺ? H is equal to Px square by 2m plus Py square by 2m plus what is that? Py square by 2m plus half m omega square x square plus 2m omega square y square, isn't it? So this is the Hamiltonian given. So from this Hamiltonian we convert this into a Hamiltonian which we know. Okay, so this is equal to, so I am writing it like this: Px square by 2m as it is plus Py square by 2m, no change, plus half m omega square x square, no change, isn't it? Which is the known form of potential in the x direction, plus half m into see, I am writing half m into 2 omega square. So this will be 4 by 2 will be 2, same, 2 omega square y square, 2 omega square y square. So from this
omega x is equal to omega and omega y is equal to 2 omega. Clear? So that is what I mean. So from this, omega x is equal to omega and omega y is equal to 2 omega. So we got it. So we know what is the energy for a two-dimensional harmonic oscillator. Energy for a two-dimensional harmonic oscillator E nx ny is equal to what is that? Nx plus half h cross omega x plus ny plus half h cross omega y. Isn't it? We have studied. So this is equal to nx plus half h cross, what is omega x? Omega x is omega plus ny plus half h cross, what is omega y? Omega y is 2 omega. This is 2 omega. Take it inside. So this is equal to what is that? Energy E is equal to energy is equal to what? Nx plus 2ny, isn't it? Nx plus ny 2ny plus nx plus 2ny plus half plus 1. Half plus 1 is 3 by 2. 3 by 2 into h cross omega. Isn't it? So I got the expression for energy. E is equal to nx plus 2ny plus 3 by 2 h cross omega. So what is this? This energy is given. So we have to calculate what? We have to calculate the degeneracy of the energy level of 27 by 2 h cross omega. So that is nx plus 2ny plus 3 by 2 h cross omega is equal to 27 by 2 h cross omega. So 27 by 2 h cross omega, isn't it? So h cross omega cancels. Take this 2 here. So it is a 2nx plus 4ny plus 3 is equal to 27. 2nx plus 4ny plus 3 is equal to 27. So 2nx plus 4ny equals 27 minus 3 is 24. So if you divide it with 2, nx plus 2ny equals 12. So this is our key equation. Nx plus 2ny equals 12. So nx plus 2ny equals 12. So we have to find all the combinations of nx and ny which satisfy this equation. Okay, so let us do. So what is our equation? Nx plus 2ny equals 12. So we have to find all the combinations of nx and ny for nx and ny satisfying this constraint. So this is a constraint. So what are the possible values of nx? Nx 0, 1, 2, etc. And ny also runs from 0, 1, 2. Ny also runs from 0, 1, 2, etc. Clear? So first let us write nx comma ny. See, I am writing it first one 0, comma 6. Is it correct? 0, comma 6. Nx is 0, ny is 6. So 12 is equal to 12. Correct? Then what is the next one? Next one is next one. See, so substitute the value of 1 here. So 1 and 5. Will it work? 1 and 5. So 1 plus 5 into 2, 10. It is equal to 11 only. So it won't work. So next one, substitute 2 here. 2, 5 into 2, 10. So 2 and 5. So 2 plus 10 will give you 12. So 2, 5 will do. 2, 5. Isn't it? So next, what is the next one? Substitute 3. 3 and 4. Substitute 3 and 4. 3 and 4. Substitute 3 and 4. So if you substitute 3, 4 into 2, 8 into 8 plus 3, 11 only. So it won't work. So
Next substitute 3, 4 is not working. Substitute 4, 4. So 4 plus 8, 12, isn't it? So 4, 4 works. 4, 4. So next substitute 5. 5, 3, isn't it? If you increase 1 here, decrease 1 here. So substitute 5, 3. So 3 into 2, 6 plus 5, 11 only. So just next substitute 6, 3. Just substitute 6, 3. 6 into 3, 2 into 3, 6. 6 plus 6, 12. So it is 6, 3. It is working. Clear? So next 7, 2. Substitute 7, 2. 2 into 2, 4. 4 plus 7, 11 only. So then look for 8, 3. So then look for 82. 82. So 8, 2 into 2, 4. 8 plus 4, 12. So 8, 2 is also working. So next, is it finished? No. 9, just substitute 9. It was 2 then, so decrease 1. So 9, 1. So 9 plus 2, 11. So 10, 1. So 10 plus 2, 12. So 10, 2 is also working. Then what is that? Next, substitute n by 0. So here it should be 12. So 12, 0 is also working. 12, 0 is also working, isn't it? So any other possibility? No, because here it is a 12. If you cannot increase beyond 12, because nx and ny cannot be negative. So these are the possibilities. So how many levels? 1, 2, 3, 4, 5, 6 and 7. So 7 degenerate levels. 7 degenerate levels with energy 27 by 2 h cross omega. With the energy 27 by 2 h cross omega. Is it clear? So this is how we calculate the degeneracy of the given level. So you should get a key equation, and then that equation acts as a constraint. You should substitute the numbers in such a way that this equation is satisfied, and also this should also be observed, 0, 1, 2, etc. Okay, it only allow positive integers. So substitute this in this one, in this key equation, and then you will get a possible results, and count that, and that will be the degenerate levels. Is it clear? So I hope this is understood. So I hope you have understood these 3 questions. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്ത CSIR പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ 3 ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. ഇനിയും ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീഡിയോയുമായിട്ട് ഇനിയും വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം. യാതൊരു ഉഴപ്പും വിചാരിക്കരുത്. PhD മാത്രം എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ JRF ലെവലിലേക്ക് പോവുക. JRF ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മാസം ഏകദേശം 40,000 രൂപയോളം JRF എമൗണ്ട് തന്നെ കൈ കിട്ടും. പിന്നെ SRF ആകുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് ആ എമൗണ്ടിനെ സ്വപ്നം കണ്ടെങ്കിലും JRF എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുക. JRF തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലൈഫ് സെറ്റായിക്കോളും, യാതൊരു ടെൻഷനും വേണ്ട. ക്ലിയർ? ഇപ്പോൾ റിസർച്ച് അങ്ങനെ ആ മേഖലകളിലേക്കൊക്കെ സ്വപ്നം കാണുക. കോളേജ് അധ്യാപനം എന്ന് പറയുന്ന സ്വപ്നം മാത്രമല്ല, മറ്റ് പല ജോലി സാധ്യതകളും ഇതിൻ്റെ പിന്നിലുണ്ട്. ആ കാര്യവും ഓർത്ത് വെക്കുക. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത ജൂൺ പരീക്ഷ നിങ്ങളുടേതായി മാറട്ടെ. താങ്ക് യു.